ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റു മതസ്ഥരുമായുള്ളവർ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി, സർവഭാഗ്യത്തിനായി മഹാസുദർശനം, അതുപോലെ തന്നെ ധനത്തിനായി ധനലക്ഷ്മി, മഹാവശ്യത്തിനായി ത്രിപുരസുന്ദരി, ബാണേശി തുടങ്ങിയവയും ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് കൃത്യമായി കർമ്മ ഉപാസനകൾ നൽകി ബലപ്പെടുത്തി നൽകുന്നതായിരിക്കും. പൂജകൾക്കായും സമീപിക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബു ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വിഘ്നേശ്വരായ, ഓം മഹേശ്വരായ, ഓം പാർവദേവി ഭഗവതി ലക്ഷ്മി അയ്യപ്പ സ്വാമി വെൽമുരുകസ്വാമി സ്വാമി സ്വാമി കാളികാളി അമ്മി ഭഗവതി ലക്ഷ്മി. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഒരു പ്രധാന കാര്യം അറിയിക്കുന്നതിനാണ് എത്തിയിരിക്കുന്നത്. ഷഠാഷ്ടക യോഗം. ഷഠാഷ്ടക യോഗം വർഷത്തിലും ഒക്കെ വന്നു ചേരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ 28 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ 3 രാശിക്കാർക്ക് ഷഠാഷ്ടക യോഗത്തിൻ്റേതായിരിക്കുന്ന ഗുണഫലം ലഭിക്കാൻ പോകുന്നത്. ഇത് ആദ്യമേ തന്നെ കേട്ടുകഴിഞ്ഞ് വെറുതെ അങ്ങ് പോവുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോയിട്ട് കാര്യമില്ല. ഇതെന്താണ്, ഇതെങ്ങനെയാണ്, ഏതൊക്കെ രാശിക്കാർക്കാണ് കൃത്യമായി ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഷഠാഷ്ടക യോഗം വന്നു ചേരുന്ന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവ്വ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന രാശിക്കാരെ പോലെയാണ്. തീർച്ചയായും ഒരു ഉദ്ദേശിക്കുന്ന ഫലത്തിനപ്പുറത്തേക്ക് ജീവൽ സാഹചര്യങ്ങൾ വളരെ ആഹ്ലാദത്തോട് കൊണ്ടുപോകാൻ കഴിയുന്ന സുവർണ നിമിഷമാണ് ഷഠാഷ്ടക യോഗം. അത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. പക്ഷേ 28 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ 3 രാശിക്കാരിലേക്ക് ഷഠാഷ്ടക യോഗത്തിൻ്റെ അനുഗ്രഹം വന്നു ചേരുന്നത്. അതായത് ശനിയും ചൊവ്വയും ഒരുപോലെ വരുന്ന വ്യവസ്ഥിതിയാണ് ഷഠാഷ്ടക യോഗം എന്ന് പറയുന്നത്. അത് അപൂർവമായ സൗഭാഗ്യമാണ് തരുന്നത്. ശനിയെ സംബന്ധിച്ചിടത്തോളവും ചൊവ്വയെ സംബന്ധിച്ചിടത്തോളവും ദോഷഗ്രഹങ്ങളാണെന്നാണ് നമ്മുടെ ധാരണ. എന്നാൽ ഇവ രണ്ടും നേർരേഖാ വ്യവസ്ഥയിലോ സംയോഗത്തിലോ വന്നാൽ സൗഭാഗ്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. ശനിയുടെയും ചൊവ്വയുടെയും സംയോഗം അത് നൽകുന്ന അപൂർവ സൗഭാഗ്യമാണ് 3 രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. ഷഠാഷ്ടക യോഗം എന്നാണ് അതിന് പറയുന്നത്. 28 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ 3 നക്ഷത്ര അല്ലെങ്കിൽ 3 രാശിക്കാർക്ക് യോഗം വരുന്നത്. അതായത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുകൂലമായ ഫലമാറ്റങ്ങളും യോഗങ്ങൾ എന്ന് പറയുന്ന വ്യവസ്ഥ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. സെപ്റ്റംബർ 20-നാണ് ശനിയും ചൊവ്വയും ചേർന്ന് രൂപം കൊള്ളുന്ന ഷഠാഷ്ടക യോഗം ഫലത്തിൽ വരുന്നത്. ഉദ്ദേശിക്കുന്ന ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് വളരെയധികം മാറ്റമാണ് ഷഠാഷ്ടകത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷവും ആനന്ദവും സമാധാനവും ഭാഗ്യവും കൊണ്ടുതരുമെന്നുള്ളതാണ്. ഈ 3 രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം, സൗഭാഗ്യം, ആനന്ദം, ആഹ്ലാദം എല്ലാം വരാൻ പോകുന്ന ഒരു വർഷക്കാലത്തോളം അനുഭവിക്കുവാൻ പോവുകയാണ്. ഷഠാഷ്ടക യോഗത്താൽ പല വിധത്തിലുള്ള അനുകൂലങ്ങളാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പിതൃപക്ഷത്തിനാണ് ഈ യോഗം രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തിയുടെ നിറവ് നിലനിൽക്കുന്ന 12 രാശിക്കാരിലും ഈ യോഗം സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ 3 രാശിക്കാർക്കാണ് ഷഠാഷ്ടക യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ ലഭിക്കുന്നത്. എന്നാൽ ഈശ്വര സ്വാധീനത്താൽ ജീവിക്കുന്ന, ഈശ്വരനാണ് എൻ്റെ എല്ലാം എന്ന് ചിന്തിക്കുന്ന 12 രാശിക്കാരിലും ഈ അനുഭവത്തിൻ്റെ ഏറെക്കുറെയൊക്കെ ഗുണങ്ങൾ ഉണ്ടായി വരിക തന്നെ ചെയ്യും. ശനിയുടെയും ചൊവ്വയുടെയും യോജിപ്പ് കൊണ്ടുണ്ടാകുന്ന ഷഠാഷ്ടക യോഗം ഈ പറയുന്ന 12 രാശിക്കാരിലും വന്നു ചേരും. പക്ഷേ 3 രാശിക്കാർക്ക് ഏറ്റവും ഗുണഫലങ്ങൾ ഉണ്ടാവും.
മറ്റുള്ള രാശിക്കാർക്ക് ഈശ്വര സിദ്ധിയുടെയും ഈശ്വരൻ്റെ മുമ്പിൽ നമ്മൾ ഭക്തിപൂർവ്വം നിൽക്കുന്നതിൻ്റെയും അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ ഭാഗ്യം മറ്റ് രാശിക്കാർക്കുണ്ടാവുന്നത്. ശനി പൊതുവെ ഒരു രാശിയിൽ 2.5 വർഷത്തോളം സമയം നീണ്ടു നിൽക്കും. ശനി ദോഷകരമാണെങ്കിൽ ആ 2.5 വർഷക്കാലത്തോളം ദോഷമായിരിക്കും ഒരു മനുഷ്യനുള്ളത്. നിലവിൽ ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ്. അവിടെ ദോഷവശങ്ങൾക്ക് കുറവ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ശനി സമൃദ്ധിദായകമായി അനുഗ്രഹം വർഷിക്കുന്നതിനായിട്ടാണ് വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് എപ്പോഴും. ചൊവ്വയാകട്ടെ സെപ്റ്റംബർ 13 തുലാം രാശിയിലേക്ക് മാറുന്നു. അതിൻ്റെ ഫലമായി ഈ 2 ഗ്രഹങ്ങളും പരസ്പരം 150 ഡിഗ്രി അകലത്തിൽ വരുന്നു എന്നുള്ളതാണ്. ഈ സമയമാണ് ഷഠാഷ്ടക യോഗം രൂപം കൊള്ളുന്നത്. ശനിയും ചൊവ്വയും ഏകദേശം 150 ഡിഗ്രി അകലത്തിൽ വന്നു ചേരുമ്പോൾ രൂപം കൊള്ളുന്ന യോഗമാണ് ഷഠാഷ്ടകം. ചൊവ്വ ശനി ആലോചിച്ച് വേണം, ദോഷവശങ്ങൾ പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ ദോഷവശങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന 2 ഗ്രഹങ്ങളാണ്. പക്ഷേ അവ ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഗുണഫലമാണ്. അപ്പോൾ ഈ ഷഠാഷ്ടക യോഗത്തിലൂടെ 3 രാശിക്കാർക്ക് സൗഭാഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ പോകുന്നു. ഇതിൻ്റെ ഫലമായി ഈ 3 രാശിക്കാർ ആരൊക്കെയാണ് ഈ സൗഭാഗ്യം അനുഭവിക്കുന്നവരെന്ന് നമുക്കൊന്ന് നോക്കാം. മേടം രാശിയാണ് ആദ്യത്തേത്. അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്ന മേടം രാശി. മേടം രാശിക്കാർക്ക് ഈ യോഗം ഭാഗ്യത്തിൻ്റെ ഒരു വലിയ ചെപ്പ് തന്നെയാണ് തുറന്നു കൊടുക്കുന്നത്. മേടം രാശിക്കാർക്ക് ഷഠാഷ്ടക യോഗത്താൽ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് വലിയ ഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ഈ രാശിക്കാരുടെ ധനധാന്യ നേട്ടങ്ങൾ വളരെ വളരെ ഉയരങ്ങളിലേക്ക് പോകുന്നത് അറിയുവാൻ കഴിയും. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ധനം നിങ്ങളുടെ കൈകളിൽ തിരികെ എത്തുന്നത് നിങ്ങൾക്ക് ആഹ്ലാദം തരുന്ന നിമിഷങ്ങളാണ്. അതുപോലെ തന്നെ സമ്മർദ്ദങ്ങളിൽ നിന്ന് പരിഹാരം കാണുന്നതിനും ജീവിതത്തിൽ സന്തോഷം നിലനിർത്തുന്നതിനും ഈ യോഗം മേടം രാശിക്കാരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. വ്യക്തി ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും ഷഠാഷ്ടക യോഗത്തിലൂടെ മേടം രാശിക്കാരായ നക്ഷത്രജാതർക്കുണ്ടാകുന്നു. ഈ യോഗം മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും നമുക്ക് തെളിച്ചു കാണിച്ചു തരും. അതായത് രോഗങ്ങളെ മനസ്സിലാക്കാൻ പറ്റാതെ ഇരിക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് അതിനെ മനസ്സിലാക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തരും. തിരിച്ചറിയാൻ കഴിയും തരത്തിലെത്തുകയും ചെയ്യും. ചിലപ്പോൾ ഏതെങ്കിലും ചെറിയ ഒരു അസുഖവുമായിട്ട് ആശുപത്രി ചെല്ലുമ്പോഴായിരിക്കും ഇന്ന അസുഖങ്ങൾ കൂടി ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സന്ദർഭം. അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ മെച്ചപ്പെട്ട ഒരു മുൻപോട്ടുള്ള പോക്ക് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദങ്ങളെല്ലാം ലഘൂകരിക്കാനും അതുവഴി അത്യുത്തമമായ ജീവിതം നയിക്കുന്നതിനും ഷഠാഷ്ടക യോഗം അനുഗ്രഹ ഫലം നൽകുന്നു മേടം രാശിയെ സംബന്ധിച്ചിടത്തോളം. മാനസിക സമ്മർദ്ദങ്ങളെ ലഘൂകരിക്കാനും അതുവഴി അത്യുത്തമമായ ജീവിതം നയിക്കുന്നതിനും ഷഠാഷ്ടക യോഗം മേടം രാശിക്കാരെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. മേടം രാശിക്കാരായുള്ള വിദ്യാർത്ഥികൾക്ക് പഠനപരമായ പുരോഗതി ഉണ്ടാവാം. കലാ, കായിക, സാംസ്കാരിക, സാഹിത്യ മേഖലകളിൽ നിൽക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഉയർച്ചയുണ്ടാവാം. സിനിമ, നാടകങ്ങൾ, അതുപോലെ തന്നെ എഴുത്തിൻ്റെ മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്ക് അവാർഡുകളൊക്കെ വന്നു ചേരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഷഠാഷ്ടക യോഗം ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് ഷഠാഷ്ടക യോഗം നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കും. അടുത്തത് മീനം രാശിയാണ്. പൂരുരുട്ടാതി കാൽ, ഉത്രട്ടാതി, രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനം രാശി. മീനം രാശിക്കാർക്ക് ഷഠാഷ്ടക യോഗം അനുകൂലമായ ഫലമാറ്റങ്ങളും കൊണ്ടുതരുന്നു. നിങ്ങളുടെ കഠിന അധ്വാനത്തിൻ്റേതായ ഫലം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്യധ്വാനം ചെയ്യുന്നവരാണ് എന്ന് പറയേണ്ടി വരുന്നു. ആ അത്യധ്വാനം ചെയ്യുന്നവർക്ക് ഭാഗ്യത്തിൻ്റേതായ വ്യവസ്ഥകൾ വന്നു ചേരുക തന്നെ ചെയ്യും. ലോട്ടറി ഭാഗ്യം പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങളൊക്കെ അവരിലേക്ക് വന്നു ചേരും. അപൂർവമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്താണ് ഈ കഠിനാധ്വാനികളായിരിക്കുന്ന
മീനം രാശിക്കാർക്ക് ഈ അത്ഭുതകരമായ സാമ്പത്തിക വ്യവസ്ഥകൾ വന്നു ചേരുന്നത്. അതുകൂടാതെ നിരവധി തൊഴിലവസരങ്ങൾ ഈ രാശിയിലെ യുവതീ യുവാക്കൾക്ക് വന്നു ചേരും. തൊഴിൽ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പ്രമോഷനൊക്കെ സാധ്യതയായിരിക്കുന്നു. പ്രമോഷൻ അതായത് തടഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് പോലും അത് മാറി മുൻപോട്ട് പോകാനുള്ള വ്യവസ്ഥിതി എത്തുക തന്നെ ചെയ്യും. വേതനത്തിൻ്റെയൊക്കെ വലിപ്പം വർദ്ധിക്കും. എല്ലാം കൊണ്ടും സുഖകരമായൊരു ജീവിതത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാനുള്ള അവസ്ഥ ഷഡാഷ്ടക യോഗം വഴി ഈ രാശിക്കാർക്ക് വന്നു ചേരും. അതുപോലെ തന്നെ സാമ്പത്തിക ഉയർച്ച പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള ഭാഗ്യം ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവ കൂടാതെ തന്നെ അനുലോമമായിരിക്കുന്ന പല നേട്ടങ്ങളും ഈ രാശിക്കാരെ തേടിയെത്തും. യാത്ര ചെയ്യുന്ന സമയത്ത് സുഹൃത്ത് ബന്ധമായിട്ട് ഭാഗ്യങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ വിദേശവാസം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സാഹചര്യം തെളിഞ്ഞു വരും. അതുപോലെ സാങ്കേതിക വിദ്യാഭ്യാസം നേടി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരം ഷഡാഷ്ടക യോഗം വഴി ഉണ്ടാവുക തന്നെ ചെയ്യും. അതുപോലെ ബിസിനസ്സിലെ നഷ്ടങ്ങൾ പരിഹാരം കാണുന്ന ഒരു കാലമായിട്ട് ഇനിയുള്ള ഒരു വർഷം നിങ്ങൾക്ക് സന്തോഷത്തോടെ മുന്നോട്ട് തിരിച്ചറിയാൻ കഴിയും. ബിസിനസ്സിലെ നഷ്ടങ്ങൾക്ക് പരിഹാരം കാണും. ഇനിയുള്ള കാലം അതിനുള്ള നന്മകൾ ഉണ്ടാകുന്ന, അതിനുള്ള സാമ്പത്തിക വ്യവസ്ഥിതികൾ വന്നു ചേരുന്ന കാലമാണ്. ജീവിതത്തിൽ മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരും ഷഡാഷ്ടക യോഗം. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മികച്ച സാമ്പത്തിക വ്യവസ്ഥിതികൾ കൈക്കുമ്പിളിലേക്ക് എത്തുന്ന സമയമാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ചെലവുകൾ കുറയ്ക്കുന്നത് വഴി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. കാണുന്നതെന്തും കയ്യിലിരിക്കുന്ന പണം കൊടുത്ത് വാങ്ങുന്ന സ്വഭാവക്കാരാണ് ഈ രാശിക്കാർ. ആയതുകൊണ്ട് അതിനൊരു കൺട്രോൾ വെച്ചാൽ, അതിനൊരു നിയന്ത്രണം വെച്ചാൽ ധാരാളം പണം നിങ്ങളുടെ കയ്യിലേക്ക് നിറയുന്നതായിട്ട് കാണാൻ കഴിയും. ഈശ്വരൻ ഒരാൾക്ക് സമ്പത്ത് നൽകുമ്പോൾ ആ സമ്പത്ത് ഉപയോഗിക്കാനുള്ള പല വഴികളും നമുക്കുണ്ടാവും. ആ വഴികളെല്ലാം ആലോചിച്ചും ചിന്തിച്ചും പ്രവർത്തിച്ചും മുന്നേറിയാൽ അനാവശ്യമായി പണം നഷ്ടമാകാതെ നമുക്ക് സമ്പദ് വ്യവസ്ഥയുടെ ഉയരങ്ങളിലേക്ക് എത്തുവാൻ കഴിയും. അവിടെയെല്ലാം ഒരു ഈശ്വരവിശ്വാസം അനിവാര്യമാണ്. പണം അധികം കയ്യിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ എല്ലാം മറക്കുന്ന ഒരു കാലത്തിലൂടെയാണ്, അല്ലെങ്കിൽ അതിനൊക്കെയാണ് കലികാലം എന്ന് പറയുന്നത്. ആ കാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ ആകാതിരിക്കട്ടെ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലവുകൾ കുറയ്ക്കുന്നത് വഴി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സാമ്പത്തിക സുരക്ഷിതത്വവും ഒക്കെ ഉറപ്പുവരുത്തുവാൻ കഴിയും. പല തരത്തിലുള്ള നേട്ടങ്ങൾ ഈ രാശിക്കാരുടെ ജീവിതത്തിൽ ഷഡാഷ്ടക യോഗത്താൽ വന്നു ചേരുക തന്നെ ചെയ്യും. ഈ രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക്, അല്ലെങ്കിൽ ഈ രാശിയിൽ ജനിച്ച നക്ഷത്രജാതരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ സ്കോളർഷിപ്പുകളൊക്കെ ലഭിക്കുവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. യൂണിവേഴ്സിറ്റി തലത്തിലുള്ള വിദ്യാഭ്യാസത്തിലൂടെ വലിയ അവാർഡുകൾക്കൊക്കെ ചാൻസ് കാണുന്നുണ്ട്. എംഫിൽ പോലെയുള്ള ഏറ്റവും കഠിനമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടുന്ന വലിയ വിദ്യാഭ്യാസ മേഖലയിൽ തിളങ്ങി നിൽക്കുവാൻ ഈ രാശിക്കാർക്ക് കഴിയും. അതുപോലെ തന്നെ വാദഗതിയിൽ വളരെയധികം താല്പര്യമുള്ള ഈ രാശിക്കാർ LLB പോലെയുള്ള പരീക്ഷകളൊക്കെ പാസ്സാവാൻ ശ്രമിച്ചാൽ അവിടെയും ഉയർന്ന തരത്തിൽ മാർക്കൊക്കെ വാങ്ങി വിജയിക്കുവാൻ കഴിയും. ബിസിനസ് മേഖല ഏറ്റവും നല്ല ഒരു സാമ്പത്തിക വളർച്ചയ്ക്കുള്ള ഉപാധിയാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് മിഥുനം രാശിയാണ്. മകയിരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്നതാണ് മിഥുനം രാശി. മിഥുനം രാശിക്കാരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല രോഗാവസ്ഥകൾക്കും ഷഡാഷ്ടക യോഗത്തിൻ്റെ അനുഗ്രഹത്താൽ പരിഹാരം കാണുവാൻ സാധിക്കും. ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ ഈ രാശിക്കാരെ കാത്തിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തേക്ക് ധനം സമ്പാദിക്കുവാൻ കഴിയും എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. വളരെ പഴയ കടങ്ങൾ പോലും ബാധ്യത മാറി മോചനം നേടാൻ നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഒരു മനസ്സമാധാനം ഉണ്ടാകുമെന്ന് തീർത്തു പറയാൻ കഴിയും. രോഗാവസ്ഥകളെ ഏതു ഘട്ടത്തിലും തരണം ചെയ്യുന്നതിനുള്ള
മാർഗം നിങ്ങൾക്ക് ഈശ്വരനായിട്ട് തന്നെ കാണിച്ചു തരും. സന്തോഷം വർദ്ധിപ്പിക്കുന്നതിനും ഷഡാഷ്ടക യോഗത്തിന് കഴിയും. രോഗാവസ്ഥകളെ ഏത് ഘട്ടത്തിലും തരണം ചെയ്യാൻ കഴിയുന്നതിനും സന്തോഷം വർദ്ധിപ്പിക്കുന്നതിനും ഷഡാഷ്ടക യോഗത്തിന് കഴിയും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും നല്ല സമയമാണ്. മിഥുനം രാശിക്കാർക്ക് ഭാവിക്ക് വേണ്ടുന്ന ഗുണകരമായ കാര്യങ്ങൾ ചെയ്തു വയ്ക്കുവാൻ കഴിയുമെന്നത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ തടസ്സപ്പെട്ട് നിൽക്കുകയോ മുടങ്ങുകയോ മുടങ്ങുകയോ ചെയ്തിട്ടുള്ള വിവാഹങ്ങൾ വീണ്ടും അതിൻ്റേതായ മംഗളകർമ്മത്തിലേക്ക് കടന്നു പോകാൻ ഷഡാഷ്ടക യോഗം അനുഗ്രഹിക്കും. അതുപോലെ തന്നെ എന്ത് തീരുമാനങ്ങളും വിജയകരമായി പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ദാമ്പത്യത്തിൽ വളരെയധികം ആനന്ദം നിറഞ്ഞു നിൽക്കുന്നത് ദർശിക്കുവാൻ കഴിയും ഈ രാശിക്കാർക്ക്. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് ജീവിതം മികച്ച അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ കഴിയും. വിദേശത്ത് നിന്ന് പണവും തൊഴിലും നിങ്ങളെ തേടിയെത്തും. ജോലികളിൽ ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്നവ ഒരിക്കലും ഒഴിവാക്കരുതെന്ന ഒരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി വിടും. അങ്ങനെ ഒഴിവാക്കി വിടരുത്. തൊഴിലിൻ്റേതായാലും ധനത്തിൻ്റേതായാലും കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ ഒരു കാരണവശാലും ഒഴിവാക്കാതെ അതിനെ ഏറ്റെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. അത്രത്തോളം അനുഗ്രഹ മുഹൂർത്തങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഷഡാഷ്ടക യോഗത്തിലൂടെ വന്നു ചേരുന്നത്. വിദ്യാഭ്യാസം, കല, കായികം, സാഹിത്യം, സാംസ്കാരിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ രാശിയിൽ ജനിച്ച ആളുകൾക്ക് തീർച്ചയായിട്ടും വലിയ വലിയ അംഗീകാരം, പ്രശസ്തി, ധനം എന്നിവ വന്നു ചേരുന്നത് അനുഭവവേദ്യമാകുന്നു. വിദ്യാഭ്യാസം, കല, കായിക, സാഹിത്യ, സാംസ്കാരിക പ്രവൃത്തികളിൽ ബന്ധപ്പെട്ടു നിൽക്കുന്ന ആളുകൾക്ക് പ്രശസ്തി, ധനം എന്നിവ വന്നു ചേരും. ഷഡാഷ്ടക യോഗം അത്രത്തോളം അനുഗ്രഹത്തോടെ ഈ 3 രാശിക്കാർക്ക് അനുഗ്രഹം നൽകുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ 3 രാശിക്കാരും തീർച്ചയായിട്ടും പ്രാർത്ഥനകളും കർമ്മ പൂജകളും ഒന്നും തന്നെ മുടക്കാതെ ഇരിക്കുക. ക്ഷേത്ര ദർശനം കൃത്യമായി തന്നെ നടത്തുക. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, മറ്റ് രാശിക്കാരും ഷഡാഷ്ടക യോഗത്തിൻ്റെ ഫലങ്ങൾ ലഭിക്കുന്നതിനായിട്ട് ക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. മഹേശ്വര ക്ഷേത്ര ദർശനം, ഗണപതി ക്ഷേത്ര ദർശനം, ഭദ്രകാളി ക്ഷേത്ര ദർശനം, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം തുടങ്ങിയവയൊക്കെ ഷഡാഷ്ടക യോഗം നമ്മളിലേക്ക് വന്നു ചേരുന്നതിന് അനുഗ്രഹം നൽകുന്ന ക്ഷേത്ര സന്നിധികളാണ്. തീർച്ചയായിട്ടും ദൈവിക കാര്യങ്ങൾ മുടക്കാതെ ഇരിക്കുക. എല്ലാ തരത്തിലും അനുഗ്രഹപൂർണമായ മുഹൂർത്തങ്ങളിലൂടെ ഈ 3 രാശിക്കാർ ഉയർന്നുയർന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.